തരൂർ ഇന്നു പറഞ്ഞ കാര്യങ്ങളിൽ കൂടിയുള്ള മറുപടി. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മാത്രമല്ലല്ലോ, ബാക്കി സാഹചര്യങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞതിനോടുള്ള പ്രതികരണം അത് നിങ്ങൾ എടുക്കുന്നില്ല എന്നാണോ? അത് ഉത്തരം പറ. അത് ഒരിക്കലുമില്ല. ഞാൻ അങ്ങ് സൂക്ഷ്മതയിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മറുപടിയുടെ ആദ്യ ഭാഗം അത്രയും ഞാൻ വിശദീകരിച്ചത് ഏതാണ്? സ്റ്റാർട്ടപ്പുകളുടെ ഗ്ലോബൽ റാങ്കിംഗ് പട്ടികയെ സംബന്ധിച്ചല്ല. എന്നിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന് ലഭിച്ച അന്തർദേശീയ ദേശീയ അംഗീകാരങ്ങളെ സംബന്ധിച്ചല്ല. എന്റെ മറുപടിയുടെ നല്ലൊരു ശതമാനം ഞാൻ വിശദീകരിച്ചത് MSME രംഗത്ത് ഇയർ ഓഫ് എന്റർപ്രൈസസിൽ ഇന്ത്യയിൽ കേരളം കാഴ്ചവെച്ച അഭൂതപൂർണമായ വളർച്ചയെ സംബന്ധിച്ചും 3,44,588 ആസ് പെർ 10 minutes ബിഫോർ അതുവരെ കേരളത്തിൽ ആരംഭിച്ച പുതിയ സംരംഭങ്ങളെ സംബന്ധിച്ചും ട്രാൻസ്ജെൻഡറുകളും 30% വനിതകളും മറ്റു കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസത്തെ സംബന്ധിച്ചും കൂടുതൽ സംരംഭകർക്ക് സാഹചര്യം ഒരുക്കുന്നു. ഇവിടെ വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നിങ്ങൾ ചെങ്കൊടി മാറ്റിവെച്ചതുകൊണ്ടാണ് എന്നുകൂടിയാണ് തരൂർ പറയുന്നത്. അതിനുള്ള മറുപടി ഇതുവരെയുള്ള നയത്തിൽ നിന്നും മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ മുതലാളിത്തത്തിലേക്ക് അടുക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിന് നിങ്ങളെ പ്രശംസിക്കുക കൂടിയാണ് തരൂർ ചെയ്യുന്നത്. അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണോ? ഒന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അത് ഇപ്പോ ആ പ്രസ്താവന നടത്തിയത് ആരാണെങ്കിലും, ആ പ്രസ്താവനയെ അന്ധകമായി സ്വീകരിച്ചിട്ടുള്ളവർ ആരാണെങ്കിലും, അവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മാത്രമല്ല 2021 വരെ ഈ തരത്തിൽ ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ഒരു തയ്യൽ കട തുടങ്ങുന്ന പോലും, രമേശ് ചെന്നിത്തലയുടെ വാചകമാണ്, തയ്യൽ കട തുടങ്ങുന്ന പോലും സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി ചേർക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. മോദി സർക്കാർ വന്ന ശേഷം മോദി സർക്കാരിന്റെ ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടാനാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു രൂപത്തിലേക്ക് സ്റ്റാർട്ടപ്പുകളെ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചത്. അങ്ങനെയാണ് ഈ വലിയ കണക്കുകൾ വരുന്നത്. അതേ മാതൃകയാണോ ഇവിടെയും പിന്തുടരുന്നത് എന്ന ചോദ്യമുണ്ട്. പറഞ്ഞോളൂ. മാതൃക ഏതല്ല എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. 3,44,588 ഈ ആദരണീയനായ നമ്മുടെ ലീഗ് നേതാവിന് ഇതേവരെ കിട്ടിയത് മറ്റൊരു മാധ്യമം നടത്തിയ ലക്ഷണമൊത്ത പച്ചക്കള്ളത്തിൽ ഒരു റോയൽ ബേക്കറിയും ഒരു തൊരപ്പ മെഡിക്കൽ ഷോപ്പുമാണ്. അതിനൊന്നും ഇല്ലേ? റോയൽ ബേക്കറിയുടെ ഉടമ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ദൃശ്യം എന്റെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിട്ട് മറ്റൊരു പുതിയ കടമുറി ലഭിച്ചപ്പോൾ അങ്ങോട്ടേക്ക് മാറി. അതിനുശേഷം അദ്ദേഹത്തിന് ലൈസൻസ് ലഭിച്ചു. അദ്ദേഹം തന്നെ പിന്നീട് ഇത് വിശദീകരിക്കുന്ന ദൃശ്യം അന്ന് തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നതാണ്. ഭയങ്കരം തന്നെ. അതായത് ബഹുമാന്യനായ ലീഗ് നേതാവും സംഘവും കേരളത്തിൽ മറ്റൊരു മാധ്യമത്തിന്റെ നുണയോടൊപ്പം 2022 ജീവിക്കുന്നത്. നമ്മൾ അതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. അയ്യോ അതല്ല, അയ്യോ ആങ്കർക്ക് തെറ്റി, ആങ്കർ എന്നെ തെറ്റുധരിച്ചു. നമ്മൾ ഒരു സംരംഭം ആരംഭിച്ച് പുതിയ ബിൽഡിംഗിലേക്ക്, പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് നമ്പർ വെച്ച് പുതിയ ലൈസൻസ് ലഭിക്കും. അത് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കാലാകാലങ്ങളായിട്ടുള്ള നിയമമാണ്. അതിലങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുത്. അത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നടപ്പ് ക്രമമാണ്. അതനുസരിച്ചാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. പരിഹാസമൊക്കെ മനസ്സിലായി. പക്ഷെ അതൊരു വലിയൊരു സ്റ്റാർട്ടപ്പിനുള്ള ഒരു സാഹചര്യം ഒരുക്കലായി വിലയിരുത്തുന്നതും അതിലെ ഒരു കണക്കിലേക്ക് പെടുത്താവുന്ന ഒരു കാര്യമാണോ എന്നുള്ളതാണ് ചോദ്യം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാനൊരു വാചകം പറയാൻ അങ്ങനെ അനുവദിച്ചില്ലല്ലോ. അതായത് ബഹുമാനിയനായ ലീഗ് നേതാവിന് ആകെ 3,44,588 ഒരു തൊരപ്പ മെഡിക്കൽ ഷോപ്പും ഒരു റോയൽ ബേക്കറിയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അത് 2022 മുതലുള്ള ക്യാപ്സ്യൂളാണ്. അത് പുതുക്കണമെന്നുള്ളതാണ് ലീഗ് നേതാവിനോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു ഇത് എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. 2022 വരെയുള്ള കണക്കല്ല നിങ്ങൾ ഈ പറയുന്ന 3 ലക്ഷം, അല്ലാതെ 2023 ഉണ്ടായ കണക്കല്ലല്ലോ. ഞാൻ പറയട്ടെ, അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞു പോവല്ലോ ജയിക്കേ. ഇന്ന് നിങ്ങൾ ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞു പോവല്ലേ? ഈ പറയുന്ന 2022 ഈ പറയുന്നത് മര്യാദയാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ വായിക്കുന്ന കണക്കിലാണ്. നല്ല മര്യാദയാണല്ലോ താങ്കൾ കാണിക്കുന്നത്. ഇത്രയും നേരം സംസാരിക്കുന്നത് താങ്കളുടെ മര്യാദയാണല്ലോ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ജയിക്ക് പറയൂ നീ. ആ ബോധ്യത്തിലാണ് ജയിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ലീഗ് ഓഫീസ് എല്ലാം എനിക്കറിയാം. താങ്കൾ ആ ബോധ്യത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്.
ഇത് ലീഗ് ഓഫീസാണോ റിപ്പോർട്ടറിന്റെ ഓഫീസാണോ എന്ന് എനിക്കറിയാം. ശരി. താങ്കൾ അങ്ങനെ സംസാരിക്കണ്ട. ശരി, അത് അദ്ദേഹത്തിന്റെ ശൈലിയാണേ. അദ്ദേഹത്തിന്റെ ശൈലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം പറയട്ടെ. എനിക്ക് തർക്കത്തിന് താല്പര്യമില്ല ലീഗ് നേതാവേ. അങ്ങ് പറഞ്ഞല്ലോ അങ്ങയുടെ കൂടെ പാർട്ടിയുടെ സംഭാവനയുണ്ടെന്ന്. ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ ആകെ സംഭാവന ഇന്ന് എത്തി നിൽക്കുന്ന നേട്ടങ്ങൾക്കകത്ത് പല പാർട്ടികൾക്കും പല നേതൃത്വങ്ങൾക്കും ഒക്കെ ബന്ധമുണ്ട്. പക്ഷെ ഇന്നൊരു അഭൂതപൂർവമായ വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുന്നു. പിന്നെ അങ്ങ് വല്ലാതെ ക്ഷുഭിതനായി ലീഗ് നേതാവിന്റെ കാലയളവിൽ നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, അതാകെ കേരളത്തിൽ വ്യാപകമാക്കി എന്നൊക്കെ പറഞ്ഞ ഞാൻ തിരിച്ച് CPM നേതാവിന്റെ പ്രതികരണം കാണാനൊന്നും പറയില്ല. റിപ്പോർട്ടറിന്റെ ഡെസ്കിലേക്ക് അയച്ചു കൊടുത്തൊരു വീഡിയോ ഉണ്ട്. ഒന്ന് കേൾപ്പിക്കാൻ കളറുറപ്പുണ്ടോ? ഒരു മാറ്റവും ഇല്ലല്ലോ. കേൾക്കാൻ ലീഗ് നേതാവിന് കളറുറപ്പുണ്ടോ? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ആദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി AK ആന്റണി ലീഗിന്റെ നേതാവിനെ വേദിയിലിരുത്തിക്കൊണ്ട് പറയുന്നതാണ്, ഇന്ന് കേന്ദ്ര പദ്ധതി കേരളത്തിലേക്ക് കൊടുത്തയക്കാൻ എനിക്ക് ഭയമാണ്. സഖാവ് VS സഖാവ് എളമരം കരീമോ ഉള്ളപ്പോ എനിക്ക് ഭയമില്ലായിരുന്നു. അവർ പിന്തുണ നൽകി. പറഞ്ഞത് ആരാ? ശശി തരൂരല്ല, AK ആന്റണിയാണ്. കേൾപ്പിക്കാനും കേൾക്കാനും ലീഗ് നേതാവിനും സംഘത്തിനും താല്പര്യമുണ്ടോ? എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? അരളുറപ്പുണ്ടോ? പറഞ്ഞത് ഞങ്ങളല്ലല്ലോ. അപ്പൊ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ ഇമാതിരിയുള്ള പ്രയോഗം തിരികെ കേൾക്കേണ്ടതായിട്ട് വരും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അത് തൊരപ്പ മെഡിക്കൽ ഷോപ്പും റോയൽ ബേക്കറിയും പോലെയുള്ള ക്യാപ്സും അല്ല. അത് നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലാണ്. ഐസ് കൊടുത്തിട്ടുണ്ട്. അങ്ങൊന്ന് കേക്ക്. അതെന്താ ലീഗ് തടഞ്ഞു എന്നാണോ? ഞാൻ അങ്ങയുടെ ഡെസ്കിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അല്ല, അതൊന്നും പ്ലേ ചെയ്യാൻ നേരമില്ല. അങ്ങേക്ക് നേരെ കാണില്ല. നമ്മുടെ സമയപരിമിതി താങ്കൾക്ക് അറിയാമല്ലോ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. താങ്കൾ വിശദീകരിച്ചോളൂ. സമയപരിമിതി ഉള്ളതാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. 40 സെക്കൻഡാ പറഞ്ഞത്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ആ 40 സെക്കൻഡ് വീഡിയോ പ്ലേ ചെയ്യാനുള്ള 40 സെക്കൻഡ് വീഡിയോ അങ്ങോട്ട് എഡിറ്റിലേക്ക് അയച്ച് ഇങ്ങോട്ടേക്ക് അയച്ച് പ്ലേ ചെയ്യാനൊക്കെയുള്ള ഒരു സമയമുണ്ട്. സാങ്കേതികത്വം ഇതിലുമുണ്ട്. ശ്രീ ജെക്സി തോമസ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ പറഞ്ഞത് അത്രയും IIM ഇൻഡോറിന്റെയും അമേരിക്കൻ സൊസൈറ്റിയുടെയും മുസൂരി ട്രെയിനിങ് അക്കാദമിയുടെയും പഠനത്തെ സംബന്ധിച്ചായിരുന്നില്ലേ? കാറ്റഗറിക്കലായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. 28ാം സ്ഥാനത്ത് കിടന്നത് കേരളം 1ാമത് വന്ന ഫ്രാക്ചറായ കണക്കുകളെ സംബന്ധിച്ചായിരുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറയുകയാണ് CPM അടച്ചുപൂട്ടിയ വ്യവസായങ്ങളുടെ എണ്ണം പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടും. അങ്ങനെയൊക്കെയാണോ അങ്ങേപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയേണ്ടത്? എനിക്ക് തിരിച്ചു പറഞ്ഞുകൂടെ? ദേശീയപാതയ്ക്കെതിരെ സമരം ചെയ്ത UDFന്റെ കഥ പറഞ്ഞാൽ UDFനോട് പക്ഷപാതിത്വം മാത്രം പുലർത്തിയിട്ടുള്ള അങ്ങ് എഴുന്നേറ്റ് ഓടുമെന്ന് ഞാൻ തിരികെ പറഞ്ഞ എങ്ങനെയിരിക്കും? എടമൺ കൊച്ചി പവർ ഹൈവേ മുടക്കാൻ, വിഴിഞ്ഞം പദ്ധതി ഇല്ലാതാക്കാൻ, പദ്ധതി പൊളിക്കാൻ, വയനാട് തുരങ്കപാത ഇല്ലാതാക്കാൻ, മലയോര ഹൈവേ വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഹൈവേ തകർക്കാൻ ഇതിനൊക്കെ സമരം ചെയ്ത UDFന് വേണ്ടി അല്ല. അതെന്താ പ്രയാസം? ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. അല്ല, അവസാന അവസാന സമയം എന്തെങ്കിലും കളവ് പറഞ്ഞു ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ദേശീയപാതക്കെതിരെ സമരം ചെയ്തത് എനിക്ക് തർക്കത്തിന് താല്പര്യമില്ല. ആ ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുന്നവർക്ക് ന്യായമായി വില കൊടുക്കണം എന്നത് സമരം ചെയ്യില്ല. അറിയില്ലെങ്കിൽ തിരുത്തണം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുന്നവർക്ക് മാന്യമായ പണം കൊടുക്കണമെന്ന സമരം. അല്ല, ദേശീയപാത ഈ പറയുന്ന ദേശീയപാത ഇതൊരു നടക്കി പോണ ലക്ഷണില്ല എന്ന് പറയുന്നത് എക്സ്പ്രസ് ഹൈവേ പദ്ധതി വെച്ചത് അന്ന് സമരം ചെയ്തത് നിങ്ങളായിരുന്നില്ലേ? എക്സ്പ്രസ് ഹൈവേ എന്ന പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് വെച്ചപ്പോ ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് നാണം കെട്ടവർ നിങ്ങളായിരുന്നില്ലേ? ആ നാണം കെട്ട നിങ്ങൾ ഇമാരി വർത്തമാനം ഒന്ന് പറയരുത്. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരാരാണ്? വയനാട് തുരങ്കപാത ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരാരാണ്? ഞങ്ങളാണോ? ൊക്കെ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പല പ്രമുഖന്മാരും എഴുന്നേറ്റ് ഓടും എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ എങ്ങനെയിരിക്കും? പക്ഷെ വയനാട് തുരങ്കപാതയ്ക്ക് മുന്നേ വന്യജീവി ആക്രമണത്തിന് തീരുമാനമെടുത്താൽ നന്നായിരുന്നു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.